ലോകത്തിലെ ഏറ്റവും ചെറിയ കാട്ടുപൂച്ചകളിൽ ഒന്നാണ് ബ്ലാക്ക് ഫുട്ടഡ് ക്യാറ്റ്. പ്രധാനമായും ദക്ഷിണാഫ്രിക്കയിലെ വരണ്ട പുൽമേടുകളിലും മരുഭൂമികളിലുമാണ് ഇവ കാണപ്പെടുന്നത്. പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്ക, നമീബിയ, ബോട്സ്വാന തുടങ്ങിയ രാജ്യങ്ങളിൽ. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ഈ ബ്ലാക്ക് ഫുട്ടഡ് ക്യാറ്റ് വളരെ അപകടകാരിയായ ഒരു വേട്ടക്കാരനാണ്. കാലിന്റെ അടിഭാഗത്തുള്ള കറുപ്പ് അല്ലെങ്കിൽ കടും തവിട്ട് നിറത്തിലുള്ള പാദങ്ങൾ കൊണ്ടാണ് ഈ പൂച്ചയ്ക്ക് ഈ ഒരു പേര് ലഭിച്ചത്. ഇരുണ്ട പാടുകളും വരകളുമുള്ള ഇളം തവിട്ട് അല്ലെങ്കിൽ മണൽ നിറമുള്ള രോമങ്ങൾ കൊണ്ട് പൂച്ചയുടെ ശരീരം മൂടിയിരിക്കുന്നു. ഈ അടയാളങ്ങൾ പൂച്ചയെ മറ്റ് ചുറ്റുപാടുകളുമായി ഇണങ്ങിച്ചേരാനും ശത്രുക്കളിൽ നിന്നും ഇരകളിൽ നിന്നും ഒളിച്ചിരിക്കാനും സഹായിക്കുന്നു. പ്രായപൂർത്തിയായ ഒരു ബ്ലാക്ക് ഫുട്ടഡ് ക്യാറ്റിന് സാധാരണയായി 1 മുതൽ 2.5 കിലോഗ്രാം വരെ ഭാരം വരും. ഇതൊരു വളർത്തുപൂച്ചയുടെ വലുപ്പമാണ്, പക്ഷെ വളരെ ഭാരം കുറവാണ്. ഒരു രാത്രികാല മൃഗം കൂടിയാണ് ബ്ലാക്ക് ഫുട്ടഡ് ക്യാറ്റ്. അതായത് അവ പ്രധാനമായും രാത്രിയിലാണ് സജീവമാകുന്നത്. പകൽ സമയത്ത് ആഡ്വാർക്കുകൾ പോലുള്ള മറ്റ് മൃഗങ്ങൾ ഉണ്ടാക്കുന്ന മാളങ്ങളിലോ കുറ്റിക്കാടുകൾക്കും പാറകൾക്കും കീഴിലുള്ള മാളങ്ങളിലുമാണ് ഇവ വിശ്രമിക്കാറുള്ളത്. രാത്രിയിലാണ് ഭക്ഷണം തേടി പുറത്തിറങ്ങുക. ബ്ലാക്ക് ഫുട്ടഡ് ക്യാറ്റ് ശരാശരി ഒരു രാത്രിയിൽ 10 മുതൽ 14 ഇരകൾ വരെ വേട്ടയാടും. പ്രധാനമായും എലികൾ, പക്ഷികൾ, പ്രാണികൾ, ചെറിയ ഉരകങ്ങൾ തുടങ്ങിയ ചെറിയ മൃഗങ്ങളെയാണ് ഇവ ഭക്ഷിക്കുന്നത്. ഒരു വർഷം 3000 എലികളെ വരെ ഇവ തിന്നുമെന്നാണ് പറയുന്നത്. ചെറുതാണെങ്കിലും കാട്ടുപൂച്ചകളിൽ ഏറ്റവും സമർത്ഥരായ വേട്ടക്കാരിൽ ഒന്നായാണ് ഈ പൂച്ച അറിയപ്പെടുന്നത്. ചില പഠനങ്ങൾ കാണിക്കുന്നത് ഇവയുടെ വേട്ടയാടലിൽ 60-ൽ കൂടുതൽ വിജയനിരക്കുണ്ടെന്നാണ്. അത് സിംഹങ്ങളെക്കാളും കടുവകളെക്കാളും ഒക്കെ കൂടുതലാണ്. വേട്ടയാടൽ ശ്രമങ്ങളുടെ പകുതിയിലധികവും ഇതിനെ ഇരയെ പിടിക്കാൻ സാധിക്കാറുണ്ട്. ഭീഷണി നേരിടുമ്പോൾ ഈ പൂച്ച വളരെ ധൈര്യശാലിയും ആക്രമണകാരിയുമാണ്. ശത്രുക്കൾ വന്നാൽ പൂച്ച എളുപ്പത്തിൽ ഓടിപ്പോകില്ല എന്ന് മാത്രമല്ല, വലിയ മൃഗങ്ങൾക്കെതിരെ പോലും ശക്തമായി സ്വയം പ്രതിരോധിക്കുകയും ചെയ്യും. കടുവയേക്കാൾ വളരെ ചെറുതാണെങ്കിൽ പോലും ഈ പേടിയില്ലാത്ത സ്വഭാവം കാരണം നാട്ടുകാർ ചിലപ്പോൾ ഇതിനെ ചിതൽപുറ്റിലെ കടുവ എന്നും വിളിക്കാറുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവയായതിനാൽ ഈ പൂച്ച അധികവും ഒറ്റയ്ക്കാണ് താമസിക്കാറുള്ളത്. പ്രജനന കാലത്ത് മാത്രമേ മറ്റു പൂച്ചകളെ കണ്ടുമുട്ടാറുള്ളൂ. പെൺപൂച്ചകൾ സാധാരണയായി ഒരു സമയം 1-2 പൂച്ചക്കുട്ടികളെ പ്രസവിക്കാറുണ്ട്. പൂച്ചക്കുട്ടികളെ അമ്മയാണ് പൂർണ്ണമായി പരിപാലിക്കുന്നത്. അവ വളരുമ്പോൾ വേട്ടയാടാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. നിർഭാഗ്യവശാൽ ബ്ലാക്ക് ഫുട്ടഡ് ക്യാറ്റിന് നിരവധി അപകടങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. ആവാസ വ്യവസ്ഥയുടെ നഷ്ടം, കാർഷിക പ്രവർത്തനങ്ങൾ, കീടങ്ങളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിഷം എന്നിവ അവയുടെ നിലനിൽപ്പിന് പ്രധാന ഭീഷണിയാണ്. അപൂർവവും കാണാൻ പ്രയാസമുള്ളതുമായതിനാൽ പലർക്കും ഈ ഒരു മൃഗത്തെക്കുറിച്ച് കൂടുതൽ അറിവില്ല. ഇന്നിതിനെ ഒരു ദുർബല ഇനമായി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ഈ പൂച്ചയ്ക്ക് കാട്ടിൽ അതിജീവിക്കാൻ സംരക്ഷണം ആവശ്യമാണ്. കാട്ടിൽ ഈ പൂച്ചകൾക്ക് 13 വർഷം വരെ ജീവിക്കാൻ കഴിയും. അതേസമയം ശരിയായ പരിചരണത്തോടെ നോക്കി വളർത്തുകയാണെങ്കിൽ 15 വയസ്സ് വരെ ജീവിക്കാനാകും.